ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 9-ാം അധ്യായം 13-ാം തിരുലിഖിതം. ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നരുളി ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും അഭിഷേകാഗ്നി ദൈവവചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം. ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം കണ്ണുനീരറിയുന്ന ദൈവം എന്നതിനെക്കുറിച്ചാണ്. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ 12-ാം തിരുലിഖിതം. ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതാ ദൈവം തൊട്ടനുഗ്രഹിക്കുന്ന നിമിഷങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിൽ അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ച നിരവധി വ്യക്തികളുടെ അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് തോമസ് അറയ്ക്കൽ. പൊന്നങ്കോട് സെൻറ്റ് ആൻ്റണീസ് ഫൊറോന പള്ളിയിൽ നിന്നാണ് ഞാനിത് എഴുതുന്നത്. എനിക്ക് 7 വർഷത്തോളമായി കാലുകളിൽ മുട്ടിനു താഴെ കാൽപ്പത്തിക്ക് മുകളിൽ ചൊറിഞ്ഞു പൊട്ടി കറുത്ത് ഇരിക്കുന്ന ഒരു രോഗത്തിൻ്റെ പീഡയുണ്ടായിരുന്നു. ഇതിനുവേണ്ടി ഞാൻ ഒരുപാട് ചികിത്സാവിധികൾ അവലംബിച്ചിട്ടുണ്ട്. ആയുർവേദവും അലോപ്പതിയും ഹോമിയോ ചികിത്സകളും 7 വർഷത്തോളം എൻ്റെ ശരീരത്തിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ എൻ്റെ ശരീരത്തിൽ രോഗം മൂർച്ഛിച്ചു കൊണ്ടിരുന്നു. ഇതെന്നെ വല്ലാതെ തകർത്തു. കുടുംബത്തിലും എനിക്കും മാനസികമായി ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ 6 മാസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ഷാലോം TV-യിൽ അഭിഷേകാഗ്നി പ്രോഗ്രാം വീട്ടിൽ എല്ലാവരും കാണുവാനിടയായി. അപ്പോൾ എൻ്റെ കാലിലെ വീർത്ത് പൊട്ടി ചൊറിഞ്ഞു പൊട്ടുന്ന അവസ്ഥ പൂർവാധികം മൂർച്ഛിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഏക മനസ്സോടെ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, അന്ന് രാത്രിയോടുകൂടെ എൻ്റെ കാലിലെ രോഗം എൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയി. പിന്നീട് ഇന്ന് വരെ ആ രോഗം എന്നെ അലട്ടിയിട്ടില്ല. യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. പാലക്കാട് രൂപതയിലുള്ള താവളം സഗിയോൻ ധ്യാന കേന്ദ്രത്തിൻ്റെ അടുത്തുള്ള പൊന്നങ്കോട് ഫൊറോന പള്ളിയിൽ നിന്ന് ആ ദൈവപൈതൃക അനുഭവം സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 കരങ്ങൾ ഉയർത്തി കർത്താവിൻ്റെ സന്നിധിയിൽ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ദൈവത്തിൻ്റെ ശക്തി ഓരോ കുടുംബങ്ങളിലേക്ക് ഇടപെടുകയാണ്. ഓരോ മനസ്സുകളിലേക്ക് ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങുകയാണ്. മനസ്സ് തുറന്ന് എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ ദൈവമേ, യെശയ്യാ പ്രവചനത്തിൽ 42-ാം അധ്യായത്തിൽ 5ഉം 6ഉം തിരുലിഖിതങ്ങളോടൊന്ന് പഠിപ്പിച്ചു. ഞാൻ നിന്നെ നീതി സ്ഥാപിക്കാൻ വിളിച്ചു, ഞാൻ നിന്നെ കൈക്ക് പിടിച്ച് നടന്ന് സംരക്ഷിച്ചു. അന്തർക്ക് കാഴ്ച നൽകുന്നതിനും തടവറകളിൽ ഇരിക്കുന്നവരെ കാരാഗൃഹത്തിൽ നിന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവർ ഇരുട്ടറയിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി ഞാൻ നിന്നെ ജനത്തിന് ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നൽകിയിരിക്കുന്നു. ഞാനാണ് കർത്താവ്, അതാണ് എൻ്റെ നാമം. ഓ ദൈവമേ, അങ്ങയുടെ നാമത്തിൻ്റെ അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. അവിടുന്ന് തിരുസഭയ്ക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യത്തിന് അധികാരം ഉപയോഗിച്ച് ഈ കുടുംബങ്ങളിൽ നിന്ന് തിന്മയുടെ ആധിപത്യങ്ങളെ ശാസിച്ച് ബഹിഷ്കരിക്കുന്നു. വിട്ടുമാറി പോവട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ദൈവമേ, വചനം കേൾക്കുമ്പോൾ ക്ഷീണം, മടുപ്പ്, ഉറക്കം, പൈശാചിക പിടകൾ, ദുർബാധകളുടെ ശല്യങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറി പോവട്ടെ. കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ അവിടെ ഒരു രംഗം നമ്മൾ വായിക്കുകയാണ്. യേശു കടൽ തീരത്തേക്ക് വന്നു. വലിയ ഒരു ജനക്കൂട്ടം യേശുവിനെ ചുറ്റിലും കൂടി. അവൻ അവിടുന്ന് നടന്നു നീങ്ങുമ്പോൾ മത്തായി എന്നു പേരുള്ള
ഒരു വ്യക്തി ചുങ്കസ്ഥലത്തിരുന്ന് ചുങ്കം പിരിക്കുന്നത് യേശുവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഉടനെ തന്നെ യേശു ആ ചുങ്കക്കാരനെ തൻ്റെ ശിഷ്യഗണത്തിലേക്ക് പേര് ചൊല്ലി വിളിക്കുകയാണ്. എന്നെ അനുഗമിക്കുക. ചുങ്കക്കാരനോട് യേശു പറയുകയാണ്. അദ്ദേഹം ചുങ്കസ്ഥലത്ത് നിന്ന് യേശുവിനെ അനുഗമിക്കാൻ വേണ്ടി എഴുന്നേറ്റ് പുറപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് ചെന്ന് ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ്റെയും ശിഷ്യന്മാരുടെയും കൂടെ അനേകം ചുങ്കക്കാരും പാപികളും വന്ന് വട്ടത്തിലിരുന്ന് അങ്ങോട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ചുങ്കക്കാരും പാപികൾ എന്ന് പറഞ്ഞാൽ ആ സമൂഹത്തിൽ ചുങ്കക്കാരും പാപികളും അങ്ങേയറ്റം നികൃഷ്ടരായി കണക്കാക്കപ്പെട്ടിരിക്കുകയായിരുന്നു. ഫരീസയരും സദുക്കായരും അങ്ങനെയുള്ള ഉയർന്ന വർഗമുണ്ട്. ഇവർ അധസ്ഥിത വർഗം, ചുങ്കക്കാരും പാപികളും വിലയില്ലാത്തവർ. യേശു ഭക്ഷണത്തിനിരുന്നപ്പോൾ യേശുവിന് ചുറ്റും ഇവരെല്ലാവരും കൂടെ കൂടി അങ്ങോട്ട് അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ചിലർ പിറുപിറുത്തു. നിങ്ങളുടെ ഗുരു എന്തുകൊണ്ട് ഈ പാപികളുടെയും ചുങ്കക്കാരുടെ കൂടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് ചിലര് യേശുവിന്റെ ശിഷ്യന്മാരോട് ചോദിച്ച്. ഇത് കേട്ടപ്പോൾ യേശു ശിരസ് ഉയർത്തി. എന്നിട്ട് യേശുവിൻ്റെ ഉള്ളിലെ മനസ്സ്, ദൈവത്തിൻ്റെ മനസ്സ് യേശു വെളിപ്പെടുത്തുകയാണ്. യേശു പറഞ്ഞു, അതാണ് മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ 12-13 തിരുലിഖിതങ്ങൾ, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുവിൻ. യേശു അവരോട് വെളിപ്പെടുത്തി കൊടുത്ത്. ഹല്ലേലൂയ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 9-ാം അധ്യായം 12-13 വാക്യങ്ങളിലാണ് നമ്മളിത് കാണുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവിടെ ദൈവത്തിൻ്റെ ഒരു ഭാവം ദൈവവചനത്തിലൂടെ യേശു നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. ചുങ്കക്കാര്, പാപികള്, തകർന്നവര്, ഇനി ഞങ്ങൾക്ക് രക്ഷയില്ലെന്ന് ചിന്തിക്കുന്നവര്, അങ്ങനെയുള്ളവരോട് വളരെ അധികം മനസ്സ് തുറന്ന ദൈവമാണ് ബൈബിളിലെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഫരീസയരും നിയമത്തിന് അങ്ങനെ വലിയ വലിയ ആളുകളുണ്ട്. അവരോടല്ല, തകർന്ന മനുഷ്യരോട് തുറന്ന മനസ്സോടെ ഇരിക്കുന്ന ദൈവത്തെയാണ് യേശു ഈ ലോകത്തിൽ നമുക്ക് കാണിച്ചത്. കണ്ണുനീരിൽ ഇരിക്കുന്നവരോട് തുറന്ന ഹൃദയമുള്ള ഒരു ദൈവത്തെയാണ് യേശു ഈ ഭൂമിയിൽ നമുക്ക് വെളിപ്പെടുത്തി തന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ 8-ാമത്തെ അധ്യായത്തിൽ 5 മുതൽ തിരുലിഖിതങ്ങൾ, അവിടെ നമ്മളൊരു രംഗം കാണുന്നുണ്ട്. യേശു കഫർനാമിലേക്ക് വന്നു. അപ്പോൾ യേശുവിൻ്റെ അടുത്ത് ഒരു ശതാധിപൻ വന്ന് പറഞ്ഞു, ഗുരു, എൻ്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് കഠിനമായ വേദന സഹിച്ച് വീട്ടിൽ കിടക്കുന്നു. ഇത്രയേ പറഞ്ഞുള്ളൂ. ഉടനെ തന്നെ യേശു അങ്ങോട്ട് കയറി പറയാണ്, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്തട്ടെ, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. ഇതാ യേശു ആ ശതാധിപന്റെ കൂടെ ആ വീട്ടിലേക്ക് പുറപ്പെടുകയാണ്. ഹല്ലേലൂയ. നോക്കുക, കണ്ണുനീരിലിരിക്കുന്ന ഒരു മനുഷ്യൻ ആ വീട്ടിൽ കിടക്കുകയാണ്. കണ്ണുനീരിലിരിക്കുന്ന ഒരു മനുഷ്യൻ ആ വീട്ടിൽ കിടക്കുകയാണ്. ആ വീട്ടിൽ കിടക്കുന്ന ആ ഒരു മനുഷ്യന് വേണ്ടി യേശു ശതാധിപന്റെ കൂടെ ആ വീട്ടിലേക്ക് ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം എന്ന് പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ട് പോവുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കണ്ണുനീരിൽ ഇരിക്കുന്നവരോട് തുറന്ന ഹൃദയമുള്ള ഒരു ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. മനുഷ്യപുത്രനും ദൈവപുത്രനുമായ യേശു ക്രിസ്തു കണ്ണുനീരിൽ ഇരിക്കുന്നവരോട് തുറന്ന ഹൃദയമുള്ള ഒരു ദൈവമാണ്. ഇത് ഇന്നും പ്രസക്തമാണ്. ഇന്ന് എനിക്ക് നിങ്ങൾക്കൊരു തകർച്ചയുണ്ടെങ്കിൽ, ഒരു പരാജയമുണ്ടെങ്കിൽ, ഒരു വേദനയുണ്ടെങ്കിൽ, ആ വേദനയുടെ നടുവിൽ ജീവിക്കുന്ന ഈ ദൈവത്തെ ഒന്ന് വിളിച്ചു നോക്കൂ. മകനെ, മകളെ, നീ നിന്റെ ഹൃദയത്തിൽ ദൈവത്തെ ഒന്ന് വിളിച്ചു നോക്കൂ. ഈ യേശുവിനെ ഒന്ന് വിളിച്ചു നോക്കൂ. അവിടെ അത്ഭുതകരമായ വ്യത്യാസം ഉണ്ടാകും. ഒരു വ്യക്തിയുടെ അനുഭവം ആ വ്യക്തി എഴുതി അറിയിച്ചിരിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് സിജി മോൾ. ഞാൻ കാനഡയിൽ നിന്നാണ് ഇത് എഴുതുന്നത്. എനിക്ക് കുറേ വർഷങ്ങളായി വിവാഹം ആലോചിച്ചു കൊണ്ടേയിരുന്നുവെങ്കിലും പലവിധ കാരണങ്ങൾ കൊണ്ട് കല്യാണങ്ങൾ ഒന്നും നടന്നില്ല. അങ്ങനെ എനിക്കിപ്പോൾ 34 വയസ്സ് കഴിഞ്ഞ്. വീട്ടുകാരും അടുത്ത്, ഈ കുട്ടിയും അടുത്ത്. ഇനി കല്യാണം നടക്കുമോ എന്ന് തന്നെ സംശയമായി. എനിക്കിപ്പോൾ 34 വയസ്സ് കഴിഞ്ഞ്. ഇനി എൻ്റെ വിവാഹം ഉണ്ടാവില്ല എന്ന് ഞാൻ ചിന്തിച്ച്. നോക്കുക, നിരാശ. വീട്ടുകാരും ഏതാണ്ട് നിരാശയിലാണ്, ഈ കുട്ടിയും ഏതാണ്ട് നിരാശയിലാണ്. ഇനി എനിക്കൊരു വിവാഹ ജീവിതം ഈ ഭൂമിയിലുണ്ടോ എന്നതിനെക്കുറിച്ച് ഈ കുട്ടി സംശയിക്കാൻ തുടങ്ങി. നിരാശയുടെ പിടിയിലമർന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവധിക്ക് നാട്ടിൽ വന്നത്. അപ്പോൾ എൻ്റെ മമ്മി ഷാലോം ചാനൽ സ്ഥിരം കാണുന്ന വ്യക്തിയാണ്.
ഷാലോം ചാനലിലെ അഭിഷേകാഗ്നി പ്രാർത്ഥനയെക്കുറിച്ചും മറ്റും വർണ്ണിച്ച് പറഞ്ഞു. മമ്മി ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നുണ്ടായിരുന്നു. ഞാനും മമ്മിയുടെ കൂടെ ഷാലോം ചാനലിൽ അഭിഷേകാഗ്നി കണ്ട് പ്രാർത്ഥിച്ചു. കൂടാതെ അവധി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ മുതൽ ഓൺലൈനിൽ അഭിഷേകാഗ്നി പ്രാർത്ഥനയിൽ സംബന്ധിക്കാൻ തുടങ്ങി. 6 മാസം സ്ഥിരമായി ഞാൻ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ എൻ്റെ വിവാഹ തടസ്സം മാറാൻ വേണ്ടി യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ടിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, എനിക്ക് വലിയ അനുഗ്രഹപ്രദമായ വിവാഹാലോചനകൾ വരാൻ തുടങ്ങി. അതിൽ നല്ലൊരു വിവാഹാലോചന ഉറച്ചു. എൻ്റെ കല്യാണം മംഗളകരമായി നടന്നു. ഇന്ന് ഞാൻ ഭർതൃമതിയായി എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. കാനഡയിൽ നിന്ന് സിജിമോൾ വലിയ ആഹ്ലാദത്തോടെ ഈ യേശു എങ്ങനെയാണ് സിജിമോളുടെ ജീവിതത്തിലേക്ക് ഇടപെട്ടത് എന്ന് വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. കല്യാണ തടസ്സം മനസ്സ് തകർന്ന് വേദനിച്ച് ഇനി ഈ ഭൂമിയിൽ എനിക്ക് കല്യാണം ഉണ്ടാവില്ലല്ലോ എന്ന് വേദനിച്ചിരിക്കുമ്പോഴാണ് അഭിഷേകാഗ്നിയിൽ ഈ ഹൃദയം തുറന്ന് വേദനിക്കുന്നവരോട് ഹൃദയം തുറന്നിരിക്കുന്ന, തകർന്നവരോട് അടുത്ത് നിൽക്കുന്ന, ഒരുപാട് രോഗത്തിൽ കണ്ണുനീരിരിക്കുന്നവരോട് മനസ്സല്ലുള്ള യേശു ക്രിസ്തുവിനെ കുറിച്ച് അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ ഈ സിജിമോൾ കേട്ടത്. ഈ യേശുവിനെ വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി. യേശുവിന് 6 മാസം സ്ഥിരമായി മുടങ്ങാതെ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ ദൈവപുത്രനായി യേശുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് പുതിയ പുതിയ നല്ല നല്ല വിവാഹാലോചനകൾ വന്നു. മംഗളകരമായ കല്യാണം നടന്ന്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിൽ വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് നമുക്ക് പോകാം. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 21 മുതലുള്ള തിരുലിഖിതങ്ങൾ. അവിടെ ജായിറോസ് എന്ന് പേരുള്ള ഒരു വ്യക്തിയെ വചനം പരിചയപ്പെടുത്തുകയാണ്. മാർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 21-ാം തിരുലിഖിതം. യേശു വീണ്ടും വഞ്ചിയിൽ മറുകരയെത്തിയപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവന് ചുറ്റും കൂടി. അവൻ കടൽ തീരത്ത് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് സിനഗോഗ് അധികാരികളിൽ ഒരുവനായ ജായിറോസ് യേശുവിൻ്റെ അടുക്കലേക്ക് വന്നത്. മർക്കോസ് 5:23 നമുക്ക് വായിക്കാം. ഈ ജായിറോസ് കേണപേക്ഷിച്ചുകൊണ്ട് ഒരു കാര്യം അവനോട് അഭ്യർത്ഥിക്കുകയാണ്. അവൻ യേശുവിനെ കണ്ട് കാൽക്കൽ വീണ് അപേക്ഷിച്ചു, എൻ്റെ കൊച്ചു മകൾ മരിക്കാറായി കിടക്കുന്നു. അങ്ങ് വന്ന് അവളുടെ മേൽ കൈകൾ വെച്ച് രോഗം മാറ്റി അവളെ ജീവിപ്പിക്കണമേ. ഒരു അഭ്യർത്ഥന ജായിറോസ് എന്ന സിനഗോഗ് അധികാരി യേശുവിനോട് പറയുക. അപ്പം നമ്മളൊരു രോഗത്തെക്കുറിച്ച് യേശുവിനോട് സംസാരിച്ചു എന്ന് കരുതുക. ഒരു രോഗത്തെക്കുറിച്ച് ഇപ്പോൾ ജായിറോസ് യേശുവിനോട് സംസാരിക്കുകയാണ്. എന്താണ് യേശുവിൻ്റെ പ്രതികരണം? വിശുദ്ധ മാർക്കോസ് 5:24 പഠിപ്പിക്കുകയാണ്. യേശു പുറപ്പെട്ട് അവൻ്റെ കൂടെ പോയി. വേറെ ഒന്നും പറയാനില്ല, ഒരു എതിരും പറയാനില്ല. യേശുവിൻ്റെ മനസ്സരിഞ്ഞ്, യേശുവിൻ്റെ ഹൃദയം തുറന്ന്, ഇതാ മരിക്കാറായി ഒരു കുട്ടി വീട്ടിൽ കിടക്കുന്നു എന്ന് കേട്ടതും യേശുവിൻ്റെ ഹൃദയം ആ വേദന സഹിക്കുന്ന മനുഷ്യന് വേണ്ടി തുറന്ന്, ഇതാ യേശു പറയാണ്. മർക്കോസ് 5:24 പഠിപ്പിക്കുകയാണ്. യേശു ഉടനെ പുറപ്പെട്ട് അവൻ്റെ കൂടെ പോയി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഞാനും നിങ്ങളും ഇതുപോലെ വേദന സഹിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും കുടുംബാംഗങ്ങൾ വേദന സഹിച്ച് നരകിക്കുകയാണെങ്കിൽ, ഇന്ന് ഞാനും നിങ്ങളും ഈ അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ദേവാലയത്തിൽ പോയി, നമ്മുടെ പ്രാർത്ഥനാലയത്തിൽ പോയി, അവനവൻ്റെ പള്ളികളിൽ പോയി കരഞ്ഞ് യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ, അവിടെ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഭവനത്തിലേക്ക് പുറപ്പെട്ട് ആ രോഗി കിടക്കുന്ന കിടക്കയിലേക്ക്, ആ തകർന്നിരിക്കുന്ന മനുഷ്യനിരിക്കുന്ന അവസ്ഥകളിലേക്ക് യേശുവിൻ്റെ നാമം വ്യാപരിക്കും എന്നുള്ളത് നിശ്ചയമായ ഒരു സത്യമാണ്.